എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ ഒന്നെന്ന് വെച്ചാൽ മുരുകപ്പെരുമാനിൻ ആറാം പടை വീടാണ് പഴമുതിർ ചോലയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യം ഈ പഴമുതിർ ചോല എന്ന് പറയുന്ന അമ്പലം എവിടെ ഇരിക്കുന്നു വെച്ചാൽ മധുരയിലിരുന്ന് വടക്ക് നോക്കി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ 27 കിലോമീറ്റർ ദൂരത്തില് അഴകർ മല എന്ന് പറഞ്ഞിട്ട് ഒരു മലയിരിക്കും. അതിന്റെ മുകളിലാണ് പഴമുതിർ ചോല എന്ന് പറയുന്ന മുരുകനിൻ ആറാം പടை വീടാണ് പഴമുതിർ ചോല അമഞ്ഞിരിക്കുന്നത്. ഈ അഴകർ മലയുടെ താഴെ വിഷ്ണു ഭഗവാനിൻ കല്ലഴകർ എന്ന് പറയുന്ന അഴകർ കോയിൽ അമഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന്റെ മുകളിലാണ് നമുക്ക് പഴമുതിർ ചോല മുരുകപ്പെരുമാനിൻ ആറാം പടை വീടാണ് പഴമുതിർ ചോലയും അമഞ്ഞിരിക്കുന്നത്. അതിന്റെ മുകളിലാണ് രാക്കായി അമ്മനോട് അമ്പലവും അമഞ്ഞിരിക്കുന്നത്. ആകെ ഈ മലയിൽ തന്നെ നമുക്ക് 3 അമ്പലങ്ങളുണ്ട്. ഏറ്റവും താഴെ നമുക്ക് കല്ലഴകർ അതായത് വിഷ്ണു ഭഗവാന്റെ അമ്പലമുണ്ട്. പിന്നെ കുറച്ച് മുകളിൽ നടന്നു ചെല്ലുമ്പോൾ നമുക്ക് മുരുകപ്പെരുമാനിൻ ആറാം പടை വീടാണ് പഴമുതിർ ചോലയെ നമുക്ക് കാണാം. അതിന്റെ മുകളിൽ പോകുമ്പോൾ നമുക്ക് രാക്കായി അമ്മന്റെ അമ്പലവും അവിടെ ഉണ്ട്. താഴെ ഇരിക്കുന്ന വിഷ്ണു ഭഗവാനോട് കല്ലഴകർ അമ്പലത്തിലാണ് ആറ് കാവൽ ദൈവമായിട്ട് ഇരിക്കുന്ന വെച്ചാൽ 18-ാം പടി കരുപ്പണ്ണ സ്വാമിയാണ് ആ അമ്പലത്തിൽ കാവൽ ദൈവമായിട്ട് ഇരിക്കുന്നത്. ആദ്യം നമ്മൾ പോയിട്ട് വിഷ്ണു ഭഗവാനെ തൊഴുതിട്ട് ആ 18-ാം പടി കരുപ്പണ്ണ സ്വാമിയുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് നമ്മൾ മുരുകപ്പെരുമാനെ കാണാൻ പഴമുതിർ ചോലയ്ക്ക് ചെല്ലാൻ പറ്റും. അങ്ങനെ ചെന്നാലേ നമുക്ക് കിട്ടാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ച് കിട്ടും. ഈ പഴമുതിർ ചോല എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാൻ ഒരു കഥ ഉണ്ട്. അത് എന്തെന്ന് വെച്ചാൽ തമിഴ് സംഘപ്പുലവരാണ് ഔവ്വയാർ. അതായത് അവരൊരു പെൺകവിയാണ്. അവർക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് മാത്രമേ പറ്റും, നമുക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞ് അവർക്കൊരു അഹന്ത ഉണ്ടായിരുന്നു. ആ അഹന്ത മാറ്റാൻ വേണ്ടി മുരുകപ്പെരുമാൻ ആട് മേയ്ക്കും സിറുവനായിട്ട് എന്ത് ചെയ്യും, ഒരു കൊച്ചു ചെറുക്കനായിട്ട് ഒരു നാവൽ പഴം മരത്തിന്റെ മേളിൽ കയറിയിരിക്കും. അപ്പം ഔവ്വയാർ മധുരയിലിരുന്ന് നടന്നു വന്ന് ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആ നാവൽ മരത്തിന്റെ അടിയിൽ താഴെ ഇരിക്കുമ്പോൾ അവർക്ക് കുറച്ച് വിശപ്പെടുക്കുമ്പോൾ മുകളിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ കൊച്ചിരിക്കുന്നു. അപ്പൊ പറയും, മോനെ എനിക്ക് ചെറിയ പഴങ്ങൾ ഒന്ന് ഇട്ട് തരുമോ എന്നൊക്കെ പറഞ്ഞപ്പം ആ ചെറുക്കൻ ചോദിക്കും, അതായത് ചെറുക്കനായിട്ട് ഇരിക്കുന്ന മുരുകപ്പെരുമാൻ, ചുട്ട പഴം വേണമാ ചുടാതെ പഴം വേണമാന്ന് ചോദിക്കും. അപ്പം അവയാർ അങ്ങനെ ചിരിച്ചിട്ട് തന്നെ പറയും, ഓ എനിക്ക് ചുടാതെ പഴം തന്നെ വേണം എന്നൊക്കെ പറയും. അങ്ങനെ മുരുകപ്പെരുമാൻ അവിടെ ഇരിക്കുന്ന മൊത്ത പഴത്തെ ഇങ്ങനെ കുലുക്കിയിട്ടപ്പം പഴം എല്ലാத்தையும் ഒന്നൊന്നായിട്ട് അവയാർ കയ്യിൽ പിറക്കി എടുക്കുമ്പോൾ പഴത്തിലെല്ലാം എന്തായിരിക്കും, മണ്ണ് ഒട്ടിയിരിക്കും. ഔവ്വയാർ അത് എടുത്തിട്ട് ഇങ്ങനെ ഊതിയപ്പം മുരുകപ്പെരുമാൻ ചോദിക്കും, എന്ത് പഴം ചുടുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് ഔവ്വയാർക്ക് മനസ്സിലാവുന്നത് വന്നത് വെറും ഒരു സിറുവനല്ല, അത് ഒരു ദൈവമാണ്, അത് ആരാണ് അറിയാൻ വേണ്ടി ഔവ്വയാർ ചോദിക്കും, താങ്കൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ മുരുകപ്പെരുമാൻ മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് താഴെ കുതിച്ച് ചാടുമ്പോൾ മുരുകപ്പെരുമാനിന്റെ നേരെ ഉള്ള ഒരു അവതാരത്തെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഔവ്വയാർക്ക് മനസ്സിലാവും ചുട്ടപ്പഴം ചുടാത പഴം എന്ന് പറയുന്നത് നല്ല പഴുത്ത പഴമാണ് ചുട്ടപ്പഴം. അതിന്റെ മീനിങ് ആണ്. അപ്പൊ അതാണ് ഔവ്വയാർക്ക് മനസ്സിലായി, ഓ നമ്മൾക്ക് എല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് അറിയാത്തത് ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഔവ്വയാർ മനസ്സിലാക്കും. ഈ സംഭവം നടന്ന സ്ഥലത്തിലാണ് പഴമുതിർ ചോലയായിട്ട് മുരുകപ്പെരുമാനിന്റെ ആറാം പടை വീട് അമഞ്ഞിരിക്കുന്നത്. മുരുകപ്പെരുമാൻ ഇരുന്ന ആ നാവൽ മരത്തിന്റെ താഴെയാണ് ഒരു ഗണപതി ഉണ്ടായിരിക്കുന്നത്. ആദ്യം നമ്മൾ ആ ഗണപതിയെ തൊഴുതിട്ടാണ് മുരുകപ്പെരുമാനെ കാണാൻ പോകുന്നത്. മുരുകപ്പെരുമാൻ പഴമുതിർ ചോലയിലെ മലയമേലെ സുബ്രഹ്മണ്യ സ്വാമിയായിട്ടും വെട്രിവേൽ മുരുകൻ സ്വാമിയായിട്ടുമാണ് നമുക്ക് കാഴ്ച തരുന്നത്. പഴമുതിർ ചോലയില് മുരുകപ്പെരുമാൻ ഇച്ഛാശക്തിയായ വല്ലിയെയും ക്രിയാശക്തിയായ ദേവയാനിയും ജ്ഞാനശക്തിയായ വേലയും ഒരുമിച്ച് വെച്ച് നമുക്ക് കാഴ്ച തരുന്നു. അതുമാത്രമല്ല, മുരുകപ്പെരുമാനും ദേവയാനി വല്ലിയൊക്കെ നമുക്ക് കുടുംബസമേതമായിട്ട് കാഴ്ച തരുന്നു. അതിന്റെ അടുത്ത് തന്നെ വിനായകർക്ക് അവിടെ ഒരു സന്നിധി ഉണ്ട്. അതിന്റെ അടുത്ത് നമുക്ക് ആദിവേൽ സന്നിധിയുമുണ്ട്. ആകെ ഈ 3 സന്നിധിയും നമുക്ക് മൂലസ്ഥാനത്തിൽ നമുക്ക് ദർശനം ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സമ്പത് സമേതരായിട്ട് എഴുതിയിരിക്കും இந்த മുരുകപ്പെരുമാനെ നമ്മൾ വഴിപാട് ചെയ്യുവാങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഒട്ടുമ കിട്ടും. അത് മാത്രമല്ല, പിരിഞ്ഞിരിക്കുന്ന ഭാര്യയും ഭർത്താവും അവിടെ പോയി വഴിപാട് ചെയ്യുവാങ്കിൽ അവർ ഒരുമിച്ച് അവരുടെ വാഴ്വിൽ എല്ലാ സകല സമ്പത്തുകളും അവർക്ക് കിട്ടും. അതുമാത്രമല്ല, പഴമുതിർ ചോലയിലെ ഉത്സവ സന്നദ്ധിയിലെ വലത് സൈഡ് വല്ലിയും ഇടത് സൈഡ് ദേവയാനിയും നടുവിൽ ജ്ഞാനമൂർത്തിയായിട്ട് മുരുകനും നമുക്ക് കാഴ്ച തരുന്നു. ആറുപടി വീടുകളിലെ മുരുകപ്പെരുമാനും വല്ലി ദേവയാനയോട് കാഴ്ച തരുന്നത് ഈ പഴമുതിർ ചോലയിലാണ്.
മുരുകപ്പെരുമാന്റെ വലത് പക്കത്തിൽ ഇരിക്കുന്ന വള്ളിയുടെ കയ്യിൽ താമര പൂവും അതേപോലെ മുരുകപ്പെരുമാന്റെ ഇടത് സൈഡിൽ ഇരിക്കുന്ന ദേവയാനിയുടെ കയ്യിൽ നീലോത്പലം പൂവും കയ്യിലിരിക്കും. ഈ നീലോത്പലം എന്ന് പറയുന്ന ഈ പൂ ദേവലോകത്തിലാണ് ഈ പൂ പൂക്കും. അതേപോലെ ഈ താമര പൂ എന്ന് പറയുന്നത് ഭൂലോകത്തിൽ ഈ പൂ പൂക്കും. അതേപോലെ തന്നെ മുരുകപ്പെരുമാനിൻ വലത് കൺ സൂര്യൻ, ഇടത് കൺ ചന്ദ്രൻ. അപ്പം വലഭാഗം ഇരിക്കുന്ന വള്ളിയുടെ കയ്യിലിരിക്കുന്ന താമര സൂര്യന്റെ ഒളിപെട്ട് എപ്പോഴും മലർന്നേ ഇരിക്കും. അതേപോലെ ഇടംഭാഗം ഇരിക്കുന്ന ദേവയാനിയുടെ കയ്യിലിരിക്കുന്ന ഈ നീലോത്പല പൂവും ചന്ദ്രനന്റെ ഒളിപെട്ട് എപ്പോഴും മലർന്നേ ഇരിക്കും. ആക മുരുകപ്പെരുമാനെ വഴിപാട് ചെയ്യുന്നവരുടെ வாழ்க்கைയും അതുപോലെ ഒരിക്കലും പൂ ചുരുങ്ങിപ്പോകുന്നതൊക്കെ ചുരുങ്ങിപ്പോകത്തില്ല. അവരുടെ ലൈഫും എപ്പോഴും ഈ നീലോത്പല പൂവപ്പോളവും താമര പൂവപ്പോളും എപ്പോഴും മലർന്നേ ഇരിക്കും. സകല സൗഭാഗ്യങ്ങളും ഭഗവാൻ നമുക്ക് തരും. അതാണ് ഇതിന്റെ ഒരു മീനിങ്. അതുകൊണ്ട് പഴമുതിർ ചോലയിലിരിക്കുന്ന മുരുകപ്പെരുമാനെ കാണാൻ പോകുന്നവർക്ക് ഒരിക്കലും എന്തൊരു വിഷമം വരത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി മുരുകപ്പെരുമാൻ ഇങ്ങനെ നമുക്ക് കാട്ടി തരുന്നത്. ഇനിയിപ്പോ നമ്മൾ മുരുകപ്പെരുമാനെ കുറിച്ച് നമ്മൾ കണ്ട്, ഇനി ഈ മുരുകപ്പെരുമാൻ പഴമുതിർ ചോലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ഈ റാക്കായി അമ്മനെ കുറിച്ച് നമുക്ക് കാണാം. ഈ പഴമുതിർ ചോലയിൽ നിന്ന് കുറച്ച് സ്റ്റെപ്സ് കയറി പോയാൽ നമുക്ക് റാക്കായി അമ്മനെയും വഴിപാട് ചെയ്യാം. ഈ റാക്കായി അമ്മനോട് ഈ തിരുവടിയിലിരുന്ന് നമുക്ക് പ്രസാദമായിട്ട് നമുക്ക് നുപുര ഗംഗ എന്ന് പറയുന്ന ഒരു തീർത്ഥം കിട്ടും. ഈ പഴമുതിർ ചോല ആ മലയെ ചുറ്റിലും നമുക്ക് ഫുള്ള പച്ച പസേൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഏരിയ പോലെ നമുക്ക് കാഴ്ച തരും. എപ്പോഴും അവിടെ ഏത് പഞ്ചം വന്നാലും അവിടെ ഇരിക്കുന്ന മരങ്ങളെല്ലാം നമുക്ക് പച്ച പസേലെന്ന് കാഴ്ച തരും. അതിൽ വരുന്ന ഈ നുബ്രഗംഗ എന്ന് പറയുന്ന തീർത്ഥം എത്ര പഞ്ചപട്ടണി വന്നാലും അവിടെ വരുന്ന തീർത്ഥം ഒരിക്കലും പറ്റിയിട്ടേ ഇല്ല, എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അത് മാത്രമല്ല മലയെ ചുറ്റിലും ഒത്തിരി മൂലികകളൊക്കെ ഇരിക്കുന്നുണ്ട്. ആ മൂലികയിലിരുന്ന് വരുന്ന വെള്ളത്തെടുത്ത് നമ്മൾ കുടിക്കുവാണെങ്കിൽ നമ്മളുടെ അസുഖവും മാറും. അതിൽ നമുക്ക് തീർത്ഥാടുമ്പോൾ നമ്മളുടെ പാപങ്ങളും മാറിക്കിട്ടും എന്നാണ് ഒരു ഐതിഹ്യം. പിന്നെ ഈ നുകര ഗംഗ എന്ന് പറയുന്നത് സിലമ്പ ആരോന്നും പറയുന്നുണ്ട്. അതേപോലെ ഈ മൂലിക തീർത്ഥം നമ്മുടെ എല്ലാ നോയ് നൊടികളും നമ്മുടെ പാവവിനകളെയും നമുക്ക് മാറ്റിത്തരും. ഇനിയിപ്പം നമുക്ക് ഈ പഴമുതിർ ചോലയ്ക്ക് എങ്ങനെയാണ് നമുക്ക് പോകേണ്ടത് എന്നുള്ള വഴി നമുക്ക് കാണാം. മധുരൈ പെരിയാർ ബസ് സ്റ്റാൻഡിലിരുന്ന് നമുക്ക് ബസ് വസതി എപ്പോഴും ഉള്ളു. അപ്പോൾ അവിടെ നിന്ന് കയറി നമ്മൾ അഴകർ മലയ്ക്ക് ചെന്നിട്ട് അഴകർ മലയുടെ താഴെ ഇരുന്ന് പഴമുതിർ ചോലയ്ക്ക് പോവാനൊക്കെ ബസ് വസതികളുണ്ട്. ആ ബസ്സിൽ നമ്മൾ അത് കള്ളഴകർ അമ്പലത്തിലിരുന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഏർപ്പാട് ചെയ്ത് തരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ബസ് കയറി പോയാൽ ഒരു 10-15 മിനിറ്റിൽ നമുക്ക് പഴമുതിർ ചോലയിലുള്ള മുരുകപ്പെരുമാനെ നമുക്ക് കാണാൻ പറ്റും. ഈ നടന്ന് ചെല്ലാൻ വിരുപ്പമുള്ളവരും നടന്നും ചെല്ലാം. എന്ന് വെച്ചാൽ അവിടെ എല്ലാം പച്ച പസേലിൽ இருக்கும். അതിൻ്റെ ഇയற்கைகளையும் നമുക്ക് കണ്ടു കളിച്ച് നമുക്ക് പോയിട്ട് ഭഗവാനെ തൊഴുത്തിട്ട് വരുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പം നമ്മുടെ പിള്ളേർക്കും കുറച്ചുകൂടി മൈൻഡ് ഫ്രീ ആയിട്ടായിരിക്കും. നമ്മൾ എല്ലാവർക്കും നടന്നു പോയിട്ട് ഭഗവാനെ തൊഴുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ പറ്റാത്തവർ ബസ് കയറി നമുക്ക് പോവാം. ഇതാണ് മുരുകപ്പെരുമാനിൻ ആറാമ്പടை വീടാണ് പഴമുതിർ ചോലയെ കുറിച്ച് നമ്മൾ കണ്ട്. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.